ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്രിസ്മസ് എക്സാമിന് ഇനി വെറും 60 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ മൊമെൻറ്റിലും പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ഇനിയും പഠിച്ചു തുടങ്ങിയാൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുമോ? അതായത് നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു മാസം നമ്മൾ പിന്നിട്ടു. ഈ മൊമെൻറ്റിലാണ് പല കുട്ടികളും വിചാരിക്കുന്നത്, ഇനിയെങ്കിലും കൃത്യമായിട്ട് പഠിച്ചാൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് എന്നെക്കൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുമോ എന്ന്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അത്തരം മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു റിയലൈസേഷൻ ഈ പോയിന്റിലെങ്കിലും നിങ്ങൾക്ക് വന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 2 മാസമെങ്കിലും ഉണ്ട്. ഈ 2 മാസത്തിന് മുൻപ് വന്നപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ ഇനി ക്രിസ്മസ് എക്സാമിന് 10-15 ദിവസം മുൻപോ ബോർഡ് എക്സാമിന് 10 ദിവസം മുൻപാണ് ഈ ഒരു റിയലൈസേഷൻ വരുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് എനിക്ക് റിയലൈസ് ചെയ്തു, ഇനി അങ്ങോട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 മാസം നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഈ 2 മാസത്തിൽ നിങ്ങൾ ചെയ്യുന്നു, ഇവിടെ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഈ സിലബസ് ചുരുങ്ങിയ സമയത്തിൽ കവർ ചെയ്യുക എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിച്ചാലോ മക്കളെ? നമുക്ക് പരിശോധിക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ 2 മാസത്തിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട എല്ലാ സിലബസും പഠിച്ച് കവർ ചെയ്യുക എന്നത് തന്നെയാണ്. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ട സിലബസിൻ്റെ 90% ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ട്. ആ സിലബസ് മുഴുവനും ഇൻക്ലൂഡിങ് ഓണം എക്സാം പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ 2 മാസത്തിൽ മുഴുവനായിട്ട് പഠിച്ചു തീർക്കണം. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ പേരിനൊന്ന് പഠിച്ചാൽ മാത്രം പോരാ, മറിച്ച് അവസാനത്തെ ഒരു 6 വർഷത്തെ എങ്കിലും മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് ഉറപ്പായും ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. സിമിലർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റീസെൻ്റ് ആയിട്ടാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ലാത്തത്. 2023 വരെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു 6 വർഷത്തിൽ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനപ്പുറം നമ്മുടെ പരീക്ഷയിൽ വേറെയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രധാനമായും NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറച്ച് സെലക്റ്റഡ് ആയ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും അത് ഉറപ്പായും നിങ്ങളേവരും പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇത് 3 കഴിഞ്ഞാൽ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിവിഷനാണ്. നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ അതെങ്ങനെ റിവൈസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറപ്പായിട്ടും ഈ 2 മാസത്തിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തീർത്ത് ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് സാറേ നടക്കുക? അതായത് ഇപ്പോഴാണ് ഞാനൊന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ഇത്രയും വലിയ പണികൾ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഞങ്ങൾക്ക് കുറഞ്ഞു പോകും. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലാൻ പറഞ്ഞു തരാമോ? അതായത് ജസ്റ്റ് പഠിക്കുക എന്നതിനപ്പുറം അതെങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, എത്രത്തോളം ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പല മക്കളുടെയും മനസ്സിലുണ്ടാവും. റൈറ്റ്, നമുക്ക് അതിലോട്ട് കിടക്കാം. പ്ലാൻ. എങ്ങനെയാണ് ഒരു കുട്ടി ഈ സമയം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക. അതായത് ഓവർനൈറ്റ് ഒരു 11-12 മണിയൊക്കെ ഇരുന്ന് വരെ പഠിക്കുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും. ചില കുട്ടികൾക്ക് ഈവനിങ്, അതായത് രാത്രി ഇരുന്ന് പഠിക്കുന്നതും രാവിലെ പഠിക്കുന്നതും എല്ലാം ഓക്കെ ആയിരിക്കും. സോ മക്കളെ, ഇനി നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സമയം പഠിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുക. കാരണം ഓരോ കുട്ടിക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. റൈറ്റ്, സപ്പോസ് എനിക്ക് സാറ് രാത്രി ഇരുന്ന് പഠിച്ചാലും രാവിലെ ഇരുന്ന് പഠിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടും എനിക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായൊരു ടൈം അലോക്കേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. അതായത് രാത്രി ഞാൻ ഏതൊക്കെ സമയത്തിരുന്ന് പഠിക്കണം, രാവിലെ ഞാൻ എത്ര മണിക്ക് എണീറ്റിരുന്ന് പഠിക്കണം. ഇപ്പോൾ രാത്രി നിങ്ങളൊരു 7 മണി മുതൽ ഒരു 9:30 വരെ പഠിക്കുന്നു. അത് മതി. ഓവറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. ഒരു 2.5 മണിക്കൂർ രാത്രി ഇരുന്ന് പഠിക്കുന്നു. ഓക്കെ, 7 to 9:30, 2.5 മണിക്കൂർ. നൈറ്റ് ടൈമിൽ രാവിലെ നിങ്ങളൊരു 5 മണി മുതൽ 6:30 വരെ ഇരുന്ന് പഠിക്കുന്നു. രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോസിബിൾ ആവുന്ന കാര്യമല്ല. ആദ്യത്തെ ഒരാഴ്ച മേ ബി നിങ്ങൾ കലാം വെക്കേണ്ട വരും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടി അവരോട് പറയേണ്ട വരും. എങ്കിൽ പോലും ആദ്യത്തെ ആ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്കിലോട്ട് വരും. പിന്നെ നിങ്ങൾ റൂട്ടീനായിട്ട് അലാം ഇല്ലാതെ തന്നെ നിങ്ങൾ രാവിലെ 5 മണിക്ക് എണീക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. സോ അതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് 1 വീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ട്രാക്കിലോട്ട് വരാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈം പീരീഡാണ് ആദ്യത്തെ ഒരു 1 വീക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം രാവിലെ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ സ്വമേധയാ എണീക്കുന്ന കാര്യം വരും. റൈറ്റ്, അപ്പോൾ വൈകുന്നേരം അഥവാ രാത്രി സമയങ്ങളിൽ ഒരു 2.5 മണിക്കൂറും രാവിലെ ഒരു 1.5 മണിക്കൂറും ടോട്ടലി 4 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം. 4 മണിക്കൂർ, ഒരു ദിവസം 4 മണിക്കൂർ പഠിച്ചാൽ തീരാവുന്ന സിലബസേ ഉള്ളൂ മക്കളെ നമുക്കുള്ളത്. ഇനി ഈ പറയുന്ന 4 മണിക്കൂറിൽ നിങ്ങൾ എന്തു പഠിക്കണം എന്ന കാര്യം നമുക്ക് നോക്കാം. ഈ 4 മണിക്കൂറിൽ നിങ്ങൾ എന്തു പഠിക്കണം എന്ന കാര്യം നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. അതായത്
അതായത് ഞാൻ എല്ലാം തികഞ്ഞവരാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, 8A+ ഉണ്ട്, 9A+ ഉണ്ട്, 7A+ ഉണ്ട് എന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്. ആ ഫുൾ A+ൻ്റെ കണക്കുകളൊക്കെ തീർന്നു, ഹയർ സെക്കൻഡറിയിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങും. അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് ഞാൻ നന്നായി പുറകോട്ട് നിൽക്കുന്നത്. ചിലർ മാത്സിലായിരിക്കാം, ചിലർ ഫിസിക്സിലായിരിക്കാം, ചിലർ കെമിസ്ട്രിയിലായിരിക്കാം, ചിലർക്ക് ലാംഗ്വേജുകളായിരിക്കും പ്രശ്നം. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായി പെർഫോം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെയാണ് പുറകോട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ സ്ട്രെസ് അത് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഒരിക്കലും ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന സിലബസ് അല്ല പഠിക്കുന്നത്. ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള, ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ തുടങ്ങിയ ചാപ്റ്റേഴ്സാണ് ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത്. ഓണപ്പരീക്ഷയുടെ ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് പരീക്ഷയുടെ ഈ ഫർദർ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം റിവിഷൻ സെഗ്മെന്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ ആഫ്റ്റർ ഓണം എക്സാം സിലബസിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക. സോ ആ രീതിയിലുള്ള സബ്ജക്റ്റുകൾ ഈ പറയുന്ന 4 മണിക്കൂറിൽ അലോക്കേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. മക്കളെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു പ്ലാൻ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ സാർ ഇത് നടപ്പുള്ള കാര്യമാണോ എന്നൊരു തോന്നലുണ്ടാവും. മക്കളെ, അതിനപ്പുറം ഇതാണ് എനിക്കുള്ള ഏക വഴി, ഇങ്ങനെ പഠിച്ചാലേ എനിക്ക് കാര്യമുള്ളൂ എന്ന് മനസ്സിൽ ആദ്യം ഉറപ്പിച്ച് നിങ്ങളങ്ങ് ഇറങ്ങുക. കാരണം എല്ലാത്തിനും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്സാരമായി നമുക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കാര്യം ഈ മൊമെൻറ്റിൽ റിയലൈസ് ചെയ്ത് കൃത്യമായിട്ടിരുന്നു പഠിക്കുക നിങ്ങളെല്ലാവരും. റൈറ്റ്, ഇനി ഫിസിക്സിനെ സംബന്ധിച്ച് പർട്ടിക്കുലർലി ഫിസിക്സിൽ ഊന്നൽ കൊടുത്ത് ഇനി അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫിസിക്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തെർമൽ പ്രോപ്പർട്ടീസ് വരെ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അതുവരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം. സോ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത്, സാർ ഞാനൊരു ബ്രില്യൻ്റ് ആയ കുട്ടിയൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് സയൻസ് ചൂസ് ചെയ്തത്. സയൻസിൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് പക്ഷേ ഈ മൊമെൻറ്റിൽ എനിക്ക് മേടിക്കണമെന്നുണ്ട്. ഞാൻ എങ്ങനെ പഠിക്കണം? ലൈക്ക് ഒരു നല്ല എബോ ആവറേജ് കുട്ടി വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല, ഒരു ആവറേജ് ആയ ഒരു സ്റ്റുഡൻറ്റ് വിചാരിക്കുക. സോ അവർക്ക് കൂടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, നിങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരിടുന്ന എഫേർട്ടിനേക്കാളും ഒരു പൊടിക്ക് എഫേർട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടേണ്ട വരും. റൈറ്റ്, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ബാക്കിയുള്ളവർ ചിലപ്പോൾ ഈ 1.5 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ ചേർത്ത് 2 മണിക്കൂർ പഠിക്കേണ്ടി വരും. കാരണം എല്ലാവർക്കും ഐക്യം ഒരുപോലെയല്ല, എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൂടി നിങ്ങൾ തിരിച്ചറിയുക. സോ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫിസിക്സ് പരീക്ഷയിൽ ഒരു 35 to 40% അല്ലെങ്കിൽ 35% തന്നെ വെക്കാം. ഡെറിവേഷൻസാണ് ചോദിക്കുന്നത്. ഡെറിവേഷൻസിൽ നിന്നും മാത്രം നമുക്ക് ഈ പറഞ്ഞ 35% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക, സ്പെഷ്യലി ഫോർ ഡെറിവേഷൻസിന് മാത്രമായി ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. എന്നിട്ട് ഓരോ ചാപ്റ്റേഴ്സിനെയും ഡെറിവേഷൻസും മാത്രം എഴുതി വെക്കുക. കൃത്യമായി തന്നെ റിപ്പീറ്റഡ് റെഗുലർ ഇൻ്റർവൽസിൽ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എഴുതി നോക്കുക. ഡെറിവേഷൻസ് ഒക്കെ എഴുതി നോക്കാതിരുന്നാൽ കൃത്യമായി നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റില്ല. സോ റെഗുലർ ഇൻ്റർവലിൽ ആ ഡെറിവേഷൻസ് ഒക്കെ എഴുതി നോക്കുക. നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് NCERT എക്സാമ്പിൾസിനപ്പുറം PYQസിനാണ്. കാരണം നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് ഒരു 80% PYQs തന്നെയാണ് കാണപ്പെടുക. സോ ആ മാർക്ക് ആദ്യം ഉറപ്പിക്കുക, എന്നിട്ട് അഡീഷണൽ മാർക്സിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? സോ ഈ ഒരു പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഫർദർ ടിപ്സുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. സിമിലർ വേ നമ്മുടെ അക്റ്റീവ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വിദ്യാരംഭത്തിൻ്റെ ഓഫർ ഉണ്ട്, 15% ഓഫർ കറൻ്റ്ലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 15% ഫീസ് റിഡക്ഷനോടുകൂടി തന്നെ അക്റ്റീവ് ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാംസും എല്ലാമുള്ള പാക്കേജാണ് ലഭിക്കാൻ പോകുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക, അടിപൊളിയായിട്ട് പഠിക്കാം. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.